കൈത്താക്കാലത്തിലെ 6-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകളെല്ലാം രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ നാം എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയിൽ ഇസ്രയേൽ ജനം അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. അതോടൊപ്പം പാവങ്ങളോടും പരദേശികളോടും അനാഥരോടുമുള്ള നമ്മുടെ മനോഭാവവും പ്രവർത്തന രീതിയും എപ്രകാരമായിരിക്കണമെന്നും അവരെയും നമ്മെയും ഈ വചനഭാഗം അനുസ്മരിപ്പിക്കുന്നു. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാല പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്. വീണുകിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഇപ്രകാരം അവിടുന്ന് കൽപ്പിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യ ശ്രേണിയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും കാര്യത്തിൽ നമ്മുടെ ദൈവം എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് ഈ വചനഭാഗം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അർഹതപ്പെട്ടവരുടെ ആത്മാഭിമാനത്തിന് മങ്ങലേൽക്കാതെ എപ്രകാരം അവരെ സഹായിക്കാമെന്ന് ഈ വചനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങളും സഹായങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ കൊട്ടിഘോഷിക്കുന്ന നമുക്ക് നിവൃത്തികേടുകൊണ്ട് ആ സഹായങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുവാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 2-ാമത്തെ വായനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും വചനം പാലിക്കുന്നവർക്കും നവ്യമായ സന്തോഷം ലഭിക്കുമെന്നും അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല എന്നും അവരുടെ മുഖം വിവർണമാവുകയില്ല എന്നും വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ തന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ നിറവേറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ തൻ്റെ ജീവിതത്തെപ്പറ്റിയും ശുശ്രൂഷയെപ്പറ്റിയും ദൈവത്തിനു മുൻപിൽ ആത്മാർത്ഥതയോടെ ഏറ്റുപറയുന്ന പൗലോസ്ലീഹായെയാണ് നാം കണ്ടുമുട്ടുക. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങളെയും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെയും പറ്റി ഇത്രമാത്രം ആത്മാർത്ഥതയോടെ പറയുവാൻ നമുക്കാവുമോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും നിറവേറ്റി എന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാം ദൈവം എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് നാം കണ്ടുമുട്ടുക. ഈശോ തൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ സമരിയായ്ക്കും ഗലീലിയയ്ക്കും മധ്യേ യാത്ര ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടക്കുക. യഹൂദരും സമരിയാക്കാരും തമ്മിൽ ശത്രുത നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അവർ തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന ആ സമയം സൗഖ്യമാക്കപ്പെട്ട 10 കുഷ്ഠരോഗികളിൽ ഒരാൾ വിജാതീയനും ബാക്കി 9 പേർ യഹൂദരും ആയിരുന്നുവെന്ന് വചനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശത്രുക്കളായ പരസ്പരം ഭിന്നിച്ച് കഴിയുന്ന 2 സമൂഹത്തിൽപ്പെട്ട ഈ ആളുകൾ ഇവിടെ ഒന്നിച്ച് വസിക്കുന്നതായിട്ടാണ് നാം കാണുക. ജീവിതത്തിലേക്ക് കടന്നു വന്ന പല ദുരന്തങ്ങളുടെ നടുവിൽ മനുഷ്യൻ അവരുടെ ഭിന്നതയും ശത്രുതയും മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച മലയാളികളായ നമുക്ക് സുപരിചിതമാണ്. പ്രളയത്തിൻ്റെയും മഴക്കെടുതിയുടെയും നാളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വർഗമോ വർണ്ണമോ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ എല്ലാ ഭിന്നതയും ബുദ്ധിമുട്ടുകളും മറന്ന് ഒരുമിച്ച് നാം ജീവിച്ചു. പ്രകൃതി ദുരന്തങ്ങളും മഴക്കെടുതിയും എല്ലാം കൊഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ ശത്രുതയിലേക്കും വർഗീയതയിലേക്കും ഭിന്നതയിലേക്കും നാം നടന്നെടുക്കുകയല്ലേ? സ്നേഹമുള്ളവരെ, പ്രകൃതി ദുരന്തങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും ഇല്ലാതെ തന്നെ സഹവർത്തിത്വത്തിൽ സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? അതോ വീണ്ടും ഒരുമയിൽ ഐക്യത്തിൽ ജീവിക്കുവാൻ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി മാറുകയാണ്? രണ്ടാമതായി 10 പേർക്ക് സൗഖ്യം നൽകുമ്പോൾ അവരിൽ 9 പേരും സൗഖ്യം ലഭിച്ചു എന്ന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുവാൻ പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ വിജാതീയനായ ആ വ്യക്തി മാത്രം
തിരികെ ഈശോയുടെ അടുത്തേക്ക് മടങ്ങി വരുന്നതായി നാം കാണുന്നു. ബാക്കി 9 പേരും സൗഖ്യം സ്വന്തമാക്കിയപ്പോൾ വിജാതീയനായ ആ വ്യക്തി സ്വന്തമാക്കിയത് സൗഖ്യമല്ല, മറിച്ച് രക്ഷയായിരുന്നു. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ ഉടനീളം ക്രിസ്തുവിൽ നിന്ന് സൗഖ്യവും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ അവൻ്റെ പിന്നാലെ പോകുന്ന അനേകരെ നാം കാണുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തോടെ മടങ്ങിപ്പോകുന്നത് വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമാണ്. അപ്രകാരം ഉള്ള ചുരുക്കം വ്യക്തികളിൽ ഒരാളായി മാറുകയാണ് വിജാതീയനായ ഈ കുഷ്ഠരോഗി. നമ്മുടെ ഉപവാസങ്ങളും നോമ്പു നോക്കലുകളും തീർത്ഥാടനങ്ങളും പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും ധ്യാനങ്ങളും എല്ലാം ബാഹ്യമായ സൗഖ്യങ്ങൾക്കു വേണ്ടിയും ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടിയും മാത്രമായി ഒതുങ്ങിപ്പോകാറുണ്ടോ? അതോ അവയെല്ലാം എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിചിന്തനം ചെയ്യാം. അവസാനമായി ഇന്നത്തെ വചനഭാഗത്തിൽ മടങ്ങിയെത്തിയ വിജാതീയനായ ആ കുഷ്ഠരോഗിയോട് ഈശോ ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? നന്ദിയുള്ളവർ ആയിരിക്കണമെന്ന് ഈ വചനഭാഗം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മടങ്ങിയെത്തിയ ആ കുഷ്ഠരോഗിയെ പോലെ നന്ദിയുള്ളവരാണോ നാം എന്ന് വിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വിധത്തിൽ നമ്മെ സഹായിച്ച അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ സ്നേഹിക്കുവാനും അവരോട് കൃതജ്ഞതയുള്ളവരായിരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോടൊപ്പം ക്രിസ്തുവിനുണ്ടായ ഇതേ അനുഭവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഉണ്ടായിട്ടുണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കഴിവും സമ്പത്തും സമയവും എല്ലാം വ്യയം ചെയ്തിട്ട് അവസാനം അവർ വേണ്ടത്ര വിധത്തിൽ നമ്മോട് നന്ദി കാണിക്കുന്നില്ല, നമ്മെ പരിഗണിക്കുന്നില്ല എന്ന പരാതിയും പരിഭവമൊക്കെ നമ്മിൽ ഉണ്ടായിരിക്കാം. എന്നാൽ സ്നേഹമുള്ളവരെ, നന്ദിയുള്ളവരായിരിക്കുക എന്നത് ദൈവീക സ്വഭാവമാണെന്നും അത് ദൈവിക ദാനമാണെന്നുമുള്ള തിരിച്ചറിവിൽ നമുക്ക് ജീവിച്ചു തുടങ്ങാം. നന്ദിയോടെയും നന്ദിയുള്ളവരായും ജീവിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.